الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സൂറത്ത് നാസിലെ ഇലാഹി നാസ് എന്ന ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇലാഹ് അന്നാസ്, രണ്ട് പദങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന് ഇലാഹാണ്, രണ്ട് അന്നാസ്. അർത്ഥവും നമ്മൾ പറഞ്ഞു. അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ആരാധന ആർക്ക് അർപ്പിക്കുന്നുവോ അവനാണ് ആരാധ്യൻ. അതിൻ്റെ അറബിയാണ് ഇലാഹ്. അപ്പൊ ഇലാഹിന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആരാധ്യൻ എന്നർത്ഥം. അപ്പൊ ജനങ്ങളുടെ ആരാധ്യൻ എന്ന ഒരൊറ്റ ഒരു ആശയം അല്ലാഹു ഒരു ആയത്തിൽ പറഞ്ഞു വെച്ചു. ജനങ്ങളുടെ രാജാവ് അൽക്കിന്നാസ്, ജനങ്ങളുടെ ആരാധ്യൻ. അങ്ങനെയുള്ള ജനങ്ങളുടെ റബ്ബ്, അതാണ് റബ്ബുൽ നാസ്. ആ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം ഈ ഇലാഹും അന്നാസും ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ആയത്ത്, രണ്ട് പദങ്ങളുള്ള ഒരു ചെറിയൊരു ആയത്ത്, കേവലം ഒരു കാര്യം, ഒരു സംഗതി ജനങ്ങളുടെ ആരാധ്യൻ എന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി പോകുന്നതിനപ്പുറം ഒരു വലിയ ആശയത്തെ, അഥവാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്ത് അൽ-ബഖറ മുതൽ സൂറത്ത് ഫാത്തിഹ മുതൽ ഇങ്ങോട്ട് സൂറത്ത് ഫലക്ക് വരെ, ഖുർആനിൽ പുറത്തിൽ ഫലക്ക് വരെ വിശദീകരിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളുടെ ആശയമാണ് ഇലാഹി നാസ്. ഞാനത് പറഞ്ഞു. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം, ജനങ്ങളുടെ ആരാധ്യൻ എന്നതാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ഇലാഹുമില്ല. ആർക്ക്? ജനങ്ങൾക്ക്, മനുഷ്യർക്ക് ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രമാത്രം ഒരു മുസ്ലിമിന് പ്രിയപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലയോളം ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ മനുഷ്യന് അതിലപ്പുറം മറ്റൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് കേവലം ജനങ്ങളുടെ ആരാധ്യൻ എന്ന് പറഞ്ഞ് വിശദീകരിച്ച് പറഞ്ഞു പോകാതെ എന്താണ് ആരാധന എന്നും അള്ളാഹുവിന് പുറമെ ഇലാഹുകളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു വിശദീകരിക്കട്ടെ. നമുക്ക് ഈ നോക്കാനുള്ളത് സൂറത്തുൽ ബഖറയിലെ 159 മുതൽ, സൂറത്ത് അൽ-ബഖറയിലെ 159 മുതൽ 163 വരെയുള്ള ആയത്താണ്. അൽ-ബഖറ പഠിക്കുക, സൂറത്ത് അൽ-ബഖറ. എല്ലാവരും ഖുർആനോ മൊബൈലോ എന്തെങ്കിലും എടുക്കാം, എല്ലാവരും നോക്കാം. അൽ-ബഖറയിലെ 159 മുതൽ 163 വരെ. ആയത്ത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം നമുക്ക് എങ്ങനെ കിട്ടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ആശയം നമുക്ക് എങ്ങനെ കിട്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ ആദ്യമായി നമ്മുടെ ചെവിയിൽ ആരിൽ നിന്നാണ് കേട്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നമ്മുടെ ചെവിയിൽ ആദ്യമായി ആരിൽ നിന്ന് കേട്ടു? ഉമ്മയിൽ നിന്ന്, അല്ലെ? ഉമ്മയിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ടു. നമ്മുടെ സ്വന്തം രക്ഷിതാക്കളിൽ നിന്ന് കേട്ടു. അവരാരിൽ നിന്ന് കേട്ടു? അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് കേട്ടു, അല്ലെ? അങ്ങനെ 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 പോയാൽ എവിടേക്ക് എത്തും? നമ്മുടെ ഉസ്താദുമാരിലേക്ക് എത്തും, ഗുരുനാഥന്മാരിലേക്ക് എത്തും,
അല്ലെ? അവിടെ നിന്ന് പണ്ഡിതന്മാർ അങ്ങനെ എവിടേക്ക് എത്തും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തും. എന്നാൽ നമുക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരേണ്ട പണ്ഡിതന്മാരും പുരോഹിതന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറച്ചു വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം മറച്ചു വെച്ചു, പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്കാണ്? നാസിനാണ്, ഇലാഹിന്നാസാണ്, ജനങ്ങളെ മുഴുവനാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇലാഹിനെ പകരം മറ്റൊരുപാട് ഇലാഹുകളെ മനുഷ്യന്മാർ സ്വീകരിച്ചത്? മനുഷ്യന്മാരെ കൂടുതൽ പൊതുവെ രണ്ട് വിഭാഗം. ഒന്ന് ദൈവനിഷേധികൾ, മറ്റൊന്ന് ദൈവവിശ്വാസികൾ. ദൈവം ഉണ്ട്, ഇലാഹ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഇലാഹേ ഇല്ല എന്ന് പറഞ്ഞു. ഇലാഹേ ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിഷേധിച്ചവരാണ്. ഏത് നമ്മളിവിടെ എഴുതിയിരുന്നു റുബൂബിയ്യത്ത്, ഓർമ്മല്ലേ? ബോർഡിലേക്ക് തന്നത് റുബൂബിയ്യത്ത്, പിന്നെ ഉലൂഹിയ്യത്ത്, അസ്മാഉ വസിഫത്ത് ഒക്കെ എല്ലാം നിഷേധിച്ചു. ഒന്നും. എന്നാൽ ദൈവവിശ്വാസം രണ്ട് വിഭാഗം, നാസ് രണ്ട് വിഭാഗം. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. നാസ് രണ്ട് വിഭാഗം. ഒന്ന് ഇലാഹിനെ അംഗീകരിക്കാത്തവർ, ഇലാഹേ ഇല്ലാന്ന് പറഞ്ഞു, അങ്ങനെ സംഭവത്തിന് ഇല്ലാന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം ഇലാഹ് ഉണ്ട് എന്ന് പറയുന്നവർ. ആ ഇലാഹ് ഉണ്ട് എന്ന് പറയുന്നവരിൽ ഒരുപാട് വിഭാഗം. ഇലാഹ ഇല്ലാന്ന് പറഞ്ഞാൽ പോയി പിന്നെ തീർന്നു, അതിന്റെ ആവശ്യമില്ല. ഇലാഹ് ഉണ്ട് എന്ന് പറഞ്ഞവരിൽ ഒരുപാട് വിഭാഗങ്ങൾ. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്ത് വേണം? ഒറിജിനൽ ഇലാഹിനെ മനസ്സിലാക്കുന്ന ഒരാളായി നമ്മൾ മാറണം. എന്തുകൊണ്ടാണ് ഈ ദൈവവിശ്വാസികളിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത്? ദൈവം എന്ന് പറയുന്നു, പക്ഷെ ആ ദൈവത്തിന്റെ കാര്യത്തിൽ പലതായിട്ട് മാറി. പലതിനെയും ദൈവമായി കണ്ടു, ഒന്നിലധികത്തെ കണ്ടു, പലതിനെയും കണ്ടു. കാരണം എന്താണെന്നറിയോ? ഖുർആനിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു. ഖുർആൻ അത് ഇറക്കി. മുമ്പുള്ള വേദഗ്രന്ഥം ഏതാ? തൗറാത്തും ഇഞ്ചീലും സബൂറും അല്ലെ? അതിലുണ്ടായിരുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്മാരൊക്കെ പറഞ്ഞത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാൻ അല്ലെ? ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എല്ലാ പ്രവാചകന്മാരും നയിച്ചതാണ്. എന്നിട്ട് എന്തേ പിന്നെ മനുഷ്യന്മാര് ഈ ഇലാഹ് എന്ന് പറഞ്ഞ ആൾക്കാർ തെറ്റിപ്പോയത്? അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വിധത്തിൽ പഠിപ്പിച്ചു കൊടുത്തില്ല. ആരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും മറച്ചു വെച്ച് പഠിക്കും. ഈ ആയത്ത് 159 മുതൽ 163 വരെയുള്ള ആയത്തുകൾ. ഏറ്റവും വലിയ ശാപം, അള്ളാന്റെ ശാപവും ജനങ്ങളെ മൊത്തം ശാപവും, ശപിക്കുന്നത് മുഴുവൻ ശാപവും കിട്ടാൻ കാരണം വേദഗ്രന്ഥത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു
കൊടുക്കാതെ മറച്ചു കൊടുക്കുന്നവർക്ക്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ ഞാൻ ഈ വേദഗ്രന്ഥം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാവണം. ഇല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. അള്ളാന്റെ ശാപം മാത്രമല്ല, മനുഷ്യന്മാരെ മുഴുവൻ ശാപം കിട്ടും. വേദഗ്രന്ഥം പഠിച്ചിട്ട് പിന്നെ വേറെ വല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. അഫ്ഗാനൊക്കെ പോകും, അറബിമാരൊക്കെ പോകും, ഡിഗ്രിയൊക്കെ എടുക്കും, പിന്നെ ഖുറാനൊക്കെ പഠിക്കും, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. വളരെ മാഷായി കാര്യമായിട്ട് ഇങ്ങനെ നടക്കും. പോകുന്ന ജനങ്ങൾക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഈ അറബി മാഷന്മാരായി നടക്കുന്ന കുറേ ആൾക്കാർ ഓരോന്നും പണിക്ക് കിട്ടില്ല. ജനങ്ങൾക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒരു പകരൊരാളെ എനിക്കറിയാം. ഞാൻ ഈ വോയിസ് റെസ്റ്റ് വന്നപ്പോൾ പിന്നെ ഇതിന് പുറമെ കേരളത്തിൽ ഒരാഴ്ചയിൽ 10-13 ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സൊക്കെ മുടങ്ങിയപ്പോൾ പകരം ഒരാളെ വിളിച്ചിട്ട് നിങ്ങളൊന്നും എനിക്ക് സുഖമില്ല, നിങ്ങളൊന്ന് പോയിട്ട് ആ ക്ലാസ് ഒന്ന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോകാൻ തയ്യാറാകാത്തവരെ പലരും. ഒരാളെ കിട്ടില്ല. അള്ളാന്റെ ശാപാണ്. മറച്ചു വെക്കുക. കിട്ടേണ്ടത് കൊടുക്കാതിരിക്കുക, മറച്ചു വെക്കുക. ഇനി പഠിച്ച ആൾക്കാരെ എന്ത് ചെയ്യുക? സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് വേദഗ്രന്ഥത്തിലുള്ളത് പൂഴ്ത്തി വെക്കുക, മൂടി വെക്കുക. ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നലെ ഏറ്റവും മൂലമാ അനുസരണ ബയ്യനാത്തി വലുത നീ ബാങ്കിമാ ബയ്യന്നാഹു ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. ഇലാഹിന്നാസ് അവർ പഠിക്കണേ. ഇലാഹ് വരുന്നുണ്ട്. ജനങ്ങൾക്ക് ശരിക്കും ഹുദ അത് വ്യക്തമാക്കി നാം ഇറക്കി കൊടുത്തതിന് ശേഷം മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ്. എന്താ കിതാബ്? അൽ കിതാബ്. ഈ ഖുർആനിൽ ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി നാം അവതരിപ്പിച്ചു കൊടുത്തതിന് ശേഷം അത് മറച്ചു വെക്കുക. അവരെ അല്ലാഹു ശപിക്കുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. ഏറ്റവും വലിയ ശാപം വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അള്ളാഹു ഇറക്കിയ കാര്യം. അപ്പൊ അള്ളാഹു ഇലാഹാണ്, ജനങ്ങളുടെ നാസിന്റെ ഇലാഹാണ് എന്നത് ഖുർആനിൽ അള്ള ഇറക്കി പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്. ബാക്കി ഇല്ലതിന് താഹു വാസ്ലഹു, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. പിന്നെ വാസ്ലഹു, നന്നായി ജീവിക്കണം. വബയ്യനു, ജനങ്ങൾക്ക് മറച്ചു വെച്ചതൊക്കെ വിശദീകരിച്ച് കൊടുക്കുമാണ്. എങ്ങനെ തൗബ ചെയ്യണം, നന്നാവണം. ഈ മറച്ചു വെച്ചതൊക്കെ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഒരായി കത്തുപോലെ അവരുടെ തൗബ സ്വീകരിക്കും. വല തൗബാബുറഹി, ഞാൻ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നതിന് കാരണമാണ്. എന്നാൽ ഇന്നലെ നിഷേധിയായിട്ട് ജീവിച്ചു. അങ്ങനെ കാഫിറായിട്ട് മരിക്കുകയും ചെയ്തു. മലക്കുകളെ മനുഷ്യരെ മൊത്തം ശാപനമല്ല. അവരാ നരകത്തിൽ സാക്ഷ്യതരാണ്. അവർക്ക് ശിക്ഷ ഒരു നരകത്തിൽ ലഘൂകരിച്ചു കൊടുക്കുക. ഒരാളും അവർക്ക് ഇട കൊടുക്കുകയുമില്ല. ഇലാഹു ആരാധന, കുന്നറ നിങ്ങൾ. ആ നിങ്ങളുടെ ആരാ? അറബി പറഞ്ഞോളി. ഇലാഹുക്കും, നിങ്ങളെ ഇലാഹ്, നിങ്ങളെ ഇലാഹ്, നാസിന്റെ ഇലാഹ്, ഇലാഹു വാഹിദ്. പിന്നെ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അവൻ റഹ്മാനും റഹീം. അപ്പം ജനങ്ങള് ഇലാഹിന്റെ കാര്യത്തിൽ തെറ്റിപ്പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാരെ ശരിക്കും അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാത്തതാണ്. ഇനി അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, വേദഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ മറച്ചു വെച്ച ആൾക്കാരാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അവർ പഠിച്ചുണ്ടാക്കിയ പൗരോഹിത്യം. എന്നിട്ട് അവര് വേദം പഠിച്ചിട്ട് അവർ തീരുമാനിക്കുകയാണ് ജനങ്ങൾക്ക് എന്തൊക്കെ പറയാം, ജനങ്ങളോട് എന്തൊക്കെ പറയേണ്ടത് ഒരു തീരുമാനിക്കുക. ഇപ്പൊ നമ്മളെ ആളുകൾ ചില ആൾക്കാർ പറയാം ഖുർആനിലോട് മുഴുവനൊന്നും ആൾക്കാർക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ എല്ലാ ആൾക്കാരും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നത് അങ്ങനെ സംഭവമില്ല.
ഖുർആനിലുള്ള ഒരു കാര്യവും ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ടതോ മറച്ചു വെക്കേണ്ടതോ ഇല്ല. ഇത് സുതാര്യമാണ്. ഹലാലും ഹറാമും വ്യക്തമാണ്, ബൈനാണ്, വ്യക്തമായതാണ്. എന്തിനാണ് മറച്ചു വെക്കേണ്ട കാര്യം? ഖുർആൻ അത് പഠിക്കുന്നതിനനുസരിച്ച് ആളുകളുടെ സംശയം ദൂരീകരിക്കപ്പെടും. അല്പജ്ഞാനമാണ് ആപത്ത്, അല്പജ്ഞാനമാണ് ആപത്ത്. പഠിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? തെറ്റിദ്ധാരണകൾ തീരും, സംശയങ്ങൾ തീരും, ആളുകൾക്ക് മനസ്സിലാകും. ശരി, എങ്കിൽ ഇലാഹിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുപറ്റിയ വിഭാഗമാണ് ഇലാഹിന്നാസ്, ജനങ്ങൾ ആരാധ്യൻ. അത് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുപറ്റിയതാണ് ജൂതന്മാരെക്കാൾ ക്രിസ്ത്യാനി ഇലാഹിന്റെ കാര്യം. ഇനി ഇവിടെ നമുക്ക് ഇലാഹും ഇലാഹു വാഹിദ് എന്നുള്ള പറഞ്ഞു. ഇന്നലെ ബയ്യനാത്തി വലഹുദ, ഇത് 159 163. ഇനി ജനങ്ങൾക്ക് അവർ ഇലാഹിനെ പറഞ്ഞു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയത്തിൽ തെറ്റുപറ്റിയ വിഭാഗം അവരെ പ്രത്യേകം അള്ളാഹു എടുത്തു പറയുന്നു. അതാണ് ഇനി സൂറത്ത് മാഇദ പറയുക, 5-ാമത്തെ സൂറത്ത് മാഇദ. മാഇദ 5-ാമത്തെ സൂറത്തിലെ 72 മുതൽ 77 വരെ. കണ്ടോ? മാഹിദയിലെ 72, 5-ാമത്തെ 72, അതിലെ 72 മുതൽ 77 വരെയുള്ള ആയത് ഒതുകൊള്ളു.
ആദ്യമായി അള്ളാഹു നേരത്തെ നമ്മൾ വായിച്ചത് ഇലാഹുക്കും ഇലാഹുൻ നിഷേധികളായ അവിശ്വാസികളായ ആൾക്കാർ, ഒരു കാഫിറുകളാണ്. അവർ പറഞ്ഞു കാലു ഇന്നല്ലാഹ, അള്ളാഹു പറഞ്ഞാൽ ഹുവൽ മസീഹ് ബിൻ മറിയം. അള്ളാഹ് ആരാണ്? മസീഹ് ബിൻ മറിയമാണ്. മറിയമിന്റെ പുത്രൻ മസീഹ്. അൽ മസീഹ് ഈസാ നബിയാണ്. വഖാലൽ മസീഹ്, എന്നാൽ മസീഹ് എന്താ പറഞ്ഞത്? ആരാ മസീഹ്? ഈസാ നബി എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഏ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ആരാണ് ആരാധിക്കണം? അള്ളാഹനെ ആരാധിക്കണം. അള്ളാഹ് റബ്ബീ വറബ്ബുക്കും, എന്റെ റബ്ബുമാണ് നിങ്ങളുടെ റബ്ബുമാണ്. എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹ് നിങ്ങൾ ആരാധിക്കണം എന്നാണ് ആര് പറഞ്ഞത്? ഈസാ നബി പറഞ്ഞത്. പക്ഷെ കാഫിറുകൾ എന്ത് പറഞ്ഞു? അള്ളാഹ് എന്ന് പറഞ്ഞ ആരാണ്? ഇന്നല്ലാഹ ഹുവൽ മസീഹ് ബിൻ മറിയം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ മറിയമിന്റെ പുത്രൻ ഈസാ മസീഹാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈസാ മസീഹ് പറഞ്ഞത് എന്താണ്? എന്റെയും നിങ്ങളുടെയും റബ്ബാരാണ് അള്ളാഹു ആണ് എന്നാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ, പറഞ്ഞാൽ ശിർക്ക് ചെയ്താൽ, അഥവാ രണ്ട് അള്ളാഹ് എന്ന് പറയാം, അള്ളാഹിനെ പോലെ വേറെ അള്ളാഹുവിലേക്ക് ആരെങ്കിലും ഒരാളെ പങ്കു ചേർത്താൽ ഹറമല്ലാഹു അലൈഹി ജന്ന, ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, അള്ളാഹ് അവന്റെ മേൽ സ്വർഗ്ഗം ഹറാമാക്കും. അവന്റെ സംഖ്യ നരകമാണ്. ഈ ശിർക്ക് ചെയ്യുന്നതിലൂടെ ആ ഉരുമ ചെയ്യുന്ന ആളുകൾക്ക് സഹായിയായി ആരും തന്നെ ഇല്ല. തീർന്നിട്ടില്ല. തെറ്റ കാര്യമാണ്. അടുത്തായിട്ട് വായിക്കും. അള്ളാഹു മൂവരിൽ ഒരാളാണ്. എങ്ങനെ? മൂവരിൽ ഒരാളാണ്. മൂവരിൽ ഒരാളാണ്. ഒന്നാണ്. രണ്ട്, അള്ളാഹിന്റെ പുത്രൻ, ദൈവപുത്രൻ മസീഹ്. മൂന്നെന്താണെന്ന്? മൂന്നാമത്തത് അവർ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മറിയമിലേക്ക് ചേർത്ത് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പണ്ഡിതന്മാരും പുരോഹിതന്മാരും റബ്ബാന്ന് പറഞ്ഞു. ഈ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലൊക്കെ ഒരു ദൈവത്വം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവരും ആരുടെ സ്ഥാനത്താണ്? ദൈവത്തിന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞു. അത് അവർക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യമാണ്. ദൈവം മാത്രമാണെങ്കിൽ ദൈവത്തിനെ പോയി കാണിക്കേണ്ട പേശി കിട്ടുന്ന ആവശ്യമില്ലല്ലോ. ആർക്കും ആവശ്യമില്ല. ദൈവത്തിനൊന്നും വേണ്ട. പക്ഷെ ഇവരും ദൈവമാകുമ്പോൾ ഈ കിട്ടണൊക്കെ ഇവർക്ക് എടുക്കാം. ഇവർക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് അവരിലും ദൈവത്തിന്റെ അംശമുണ്ട് എന്ന് അവർ പറഞ്ഞത്. ഒരു ഇലാഹുമില്ല ഇല്ല ഇലാഹു വാഹിദ്. ഒരേ ഒരു ഇലാഹല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അല്ലാതെ മൂന്നാം ഉണ്ട് എന്ന് പറയാൻ പാടില്ല. ഈ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ? തീരുന്നില്ലേ? അല്ലാഹു കൊടുക്കുന്നവർ കാര്യമാണ്. മറിയം. അപ്പൊ നേരത്തെ പറഞ്ഞത് മസീഹ് അള്ളാഹ് പറഞ്ഞു അല്ലേ? എന്നാ മസീഹ് ആരാണ്? ദൈവം എല്ലാവരും മാത്രം പറഞ്ഞില്ല. ദൈവം അത് മാത്രം പറഞ്ഞു നിർത്താതെ മൻ മസീഹ് മറിയം ഇല്ലാ റസൂൽ. മസീഹ് ആരാണ്? റസൂൽ മാത്രം. റസൂൽ അല്ലാതെ മറ്റാരുമല്ല. മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ മാതാവ് സത്യസന്ധയാണ്. രണ്ടാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാരണം സൃഷ്ടിയാണ് തെളിവാണ്. ഭക്ഷണം കഴിക്കാനാണ്. കാരണം ദൈവത്തിന് എന്തിന്റെ ആവശ്യമില്ല? ഭക്ഷണത്തിന്റെ ആവശ്യമില്ല. അല്ല എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾ സത്യത്തിൽ തെറ്റിക്കപ്പെടുന്നത്? ചോദിക്കുക. ഒരു സ്വന്തത്തിന് പോലും ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുവിനെ അള്ളാഹു പറയുന്നത് ആരാധിക്കുന്നത് അള്ളാഹു എല്ലാം കൊടുക്കുന്നതിനും അറിയുന്നതിനാണ്. ഈ നേരത്തെ പറഞ്ഞില്ലേ ജനങ്ങളുടെ നാസ് രണ്ട് വിഭാഗം പറഞ്ഞില്ലേ? ഒന്ന് അഹ്ലുൽ കിതാബാണ്, ഒന്ന് നിഷേധികളാണ്. ദൈവനെ ഞാൻ പറഞ്ഞത് ആ അഹ്ലുൽ കിതാബിൽ വിട്ട് കുഴപ്പം എന്താണ്? നിങ്ങൾ ദീനിൽ ഒഴിവുണ്ടായി. ദീനിൽ ഒഴിവാണ് ഏറ്റവും പ്രശ്നം. കാരണം നിങ്ങൾക്ക് മുമ്പ് ഏറ്റവും തലമുറ നശിപ്പിക്കപ്പെട്ടത് ദീനിലെ ഒഴിവ്
രൂപ പറഞ്ഞതിൽ അവിടെ നിന്നില്ല, അതിനപ്പുറത്തേക്ക് പോയി. മുമ്പുണ്ടായ ജനങ്ങൾ സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റി, തന്നിഷ്ടത്തെ പിൻപറ്റി. ഓരോരുത്തർക്കും തോന്നുന്നതിനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ, ഹവാനെ ഇലാഹാക്കി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഇലാഹാക്കി മാറ്റുകയാണ്. അവര് മുമ്പ് കുറെ ആൾക്കാരെ തെറ്റിച്ചു, അവർ വഴിതെറ്റി, അവർ വഴിതെറ്റി പോവുകയും കുറെ ആൾക്കാരെ വഴിതെറ്റുകയും ചെയ്തു. അതുകൊണ്ട് തെറ്റായ വഴിയാണ്, അതിലേക്ക് കടക്കണ്ട, മറിച്ച് ഇലാഹ് ഒരേ ആയാതെ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തെറ്റിയ വലിയ വിഭാഗമാണ് ക്രിസ്ത്യാനി. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതിൽ നിന്ന് തെറ്റിയ പല വിഭാഗവും ഉണ്ട്. ഇനി ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താണ്, മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനുണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് ഏതാ? അല്ലെ? അത് ആർക്ക് വേണ്ടി ഇറങ്ങിയതാ? എപ്പോഴാണ് ഇറങ്ങിയത്? നെഹ്റാനിൽ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ വന്നു. അവിടെ ആ ക്രിസ്ത്യാനികൾ വന്ന സമയത്താണ് ഏതിറങ്ങുന്നത്? ഏറ്റവും മാറി സഞ്ചരിച്ച തെറ്റിപ്പോയ വിഭാഗം ഏതാണ്? ക്രിസ്ത്യാനി. എന്നാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഭാഗത്തെ പൂർണ്ണമായും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുകരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ്. ഇനി നിങ്ങൾ ഒരായത്ത് ഈ സൂറത്തിൽ തന്നെ, ഈ സൂറത്തിലെ 116 മുതൽ 118 വരെ വായിക്കും. ഇതേ സൂറത്ത് മാനിതാണ്, ഇതേ സൂറത്ത് 116 മുതൽ 18 വരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാര കാര്യമായി കണക്കാക്കുന്ന ഒരു കാര്യം അള്ള ഗൗരവത്തിൽ പറഞ്ഞു. ഉദാഹരണത്തിന് ഒരു ക്രിസ്മസ് സ്റ്റാർ തൂക്കുക, ക്രിസ്മസ് മെസ്സേജ് അയക്കുക, ആശംസകൾ അർപ്പിക്കുക. വർഗീയതല്ല, വർഗീയതയാണെന്ന് വിചാരിക്കരുത്, വംശീയതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ആശയം, വ്യക്തിയല്ല, ഒരു വ്യക്തിയല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ക്രിസ്ത്യാനികളുണ്ട്. എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത്, ഞാൻ അടുത്തത് റിട്ടയർഡാണ്, ഏറ്റവും സീനിയർ മോസ്റ്റ് അധ്യാപകരാണ്. എൻ്റെ ഏറ്റവും നേരെ എൻ്റെ അച്ഛന്മാർ, അവര് ക്രിസ്ത്യാനിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധം അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം.
സ്നേഹവും അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. ഏത് സമയത്തും വിവരങ്ങൾ അന്വേഷിക്കുന്നതും കുറ്റം അന്വേഷിക്കുന്നതും എല്ലാം. എന്തെങ്കിലും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരും. വിളിച്ചാൽ ആദ്യം പോയി ചെയ്യും. നമ്മളെ വാഹനം, നമ്മളെ വീടെല്ലാം പുറത്ത് കിട്ടി. എല്ലാം ക്രിസ്ത്യാനികൾക്ക് നിസ്കരിക്കാൻ ഞങ്ങൾ അത് കൊടുക്കില്ല. മനുഷ്യ സൗഹാർദ്ദം, മനുഷ്യബന്ധം, പക്ഷേ ആശയം ഗൗരവമുള്ളതാണ്. ഒരു മുമ്പിനെ ലാ ഇലാഹ ഇല്ലല്ലയോളം വലുത് വേറൊന്നുമില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് അപ്പുറമാണ് ഈ പറഞ്ഞ കാര്യം. ഞാനിത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഗൗരവമുള്ള കാര്യം, ചെറിയ കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിത ചുറ്റുപാടും നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ നാട്ടിലൊക്കെ മുഴുവനുണ്ട്. അതൊക്കെ നമുക്കൊരു നിസ്സാരം. പക്ഷെ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് ഗൗരവമാണ്. നമ്മളെ ഏത് വിഷയം പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. സുബ്ഹാനല്ലാഹ് നമ്മളെപ്പോഴാ പറയാം? ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോഴല്ലേ? ആണോ? എങ്കിൽ ഈ ആയത്ത് നോക്കി നിങ്ങൾ. പരലോകത്തിൽ നടക്കാൻ പോണ സംഗതിയാണ്. അള്ളാഹു ഈസാ നബിയെ വിളിച്ച് ചോദിക്കും, പഠിക്കണത് നാസ, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ അള്ളാഹു പോലെ നിന്നെയും ഉമ്മാനെ ഇലാഹാക്കെന്ന് പറഞ്ഞിരുന്നോ? യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ആൾക്കാർ അല്ലേ? കന്യാമറിയമിനെ ആരാധിക്കുന്ന ആൾക്കാർ ആലോചിക്കണം. നീ പറഞ്ഞിരുന്നോ? കാലം ഈസാ നബി പറയാം, എന്താ പറഞ്ഞത്? സുബ്ഹാനക സുബ്ഹാനക. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് എന്നിട്ട് പറഞ്ഞ കാര്യം നോക്കി. എനിക്ക് പറയാൻ പാടുണ്ടോ? അങ്ങനെ ഞാൻ പറയാൻ പറ്റിയ കാര്യമാണോ? ഞാൻ അങ്ങനെ പറയുമോ? സുബ്ഹാനല്ലാഹ്, മാ ലൈസ ലി ബിഹഖ്, എന്ന് പറയാൻ എനിക്ക് അവകാശമുള്ളത്. ഈ ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പഠിച്ചോ, നീ അതറിയില്ലേ? ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയില്ലേ? തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലൊക്കെ അറിയില്ലേ? വലാ അഅലമു മാ ഫീ നഫ്സി, നിന്റെ മനസ്സിൽ എനിക്കറിയില്ല. അള്ളാഹു പറയാ, എന്റെ മനസ്സിലുള്ളതൊക്കെ നീ അറിയും. നിന്നെ കണ്ട എല്ലാവരും നീ അങ്ങേയറ്റം അദൃശ്യമായ എല്ലാ കാര്യവും നന്നായി അറിയുന്നവരാണ്. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലാമ അമർത്തലി, നീ എന്നോട് എന്താണോ കൽപ്പിച്ചത് പടച്ചോനെ, അതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്താ നീ പറഞ്ഞത്? അനിഅബ്ദുല്ലാഹ്, നീ എന്നോട് പറഞ്ഞത് അല്ലാഹനെ ആരാധിക്കണമെന്നല്ലേ? ഞാനതേ പറഞ്ഞിട്ടുള്ളൂ. റബ്ബീ വ റബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബ്. കാരണം ഈസാ നബി എന്റെയും നിങ്ങളെയും റബ്ബായ അല്ലാഹനെ ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ അവരിലുള്ള കാലത്തോളം ഞാൻ അവരിൽ സാക്ഷിയായിരുന്നു, ജീവിച്ചിരിക്കുന്ന കാലത്തോളം. എന്നാൽ നീ എന്നെ പൂർണ്ണമായി ആകാശത്തേക്ക് ഉയർത്തിയപ്പോ, ഏറ്റെടുത്തപ്പോ, നീയാണ് അവിടെ ഒരു കാര്യം നിരീക്ഷിച്ചത്. നീ എല്ലാത്തിനും സാക്ഷിയാണ്. നീ ഒരു ശിക്ഷിക്കുകയാണെങ്കിൽ ഈ ഇവരൊക്കെ നിന്റെ അടിമകളാണ്. നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവൻ പ്രതാപി ബുദ്ധിമാനുമാണ്. അപ്പൊ അത് അവിടെ പുറത്തു കൊടുക്കാന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശാലമായ ഒരു വിഷയമുണ്ടല്ലോ, നമുക്ക് ഒന്നും ബാധകമല്ലാത്ത. റബ്ബ് റഹ്മാനാണെന്ന് നമ്മൾ പറയല്ലോ, അത് റബ്ബിന് മാത്രമല്ല. പഠിച്ചോനെ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അടിമകളാണ്. അതല്ല നീ പുറത്തു കൊടുക്കാനാണ് പഠിച്ചോന്റെ ഉദ്ദേശം, അറിയില്ല എന്താ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം അതാണെങ്കിൽ നീ യുക്തിമാനം എന്നുള്ളതാണ്. ഇവിടെ വിഷയം എന്താണെന്ന് അറിയുമ്പോൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യം നാളെ പരലോകത്ത് അള്ളാഹ് ഈസാനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് ഈസാനയ്ക്ക് വേണ്ടി മാറും. പരലോകത്ത് വരാൻ പ്രശ്നം. ഇനി ഞാൻ ഒറ്റ കാര്യം പറയാം, നമുക്ക് ഇതോട് പറഞ്ഞ അവസാനിപ്പിക്കാം. അതായത് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറയണം. ഒരു ഗ്രീറ്റിംഗ്, അതായത് ക്രിസ്മസ് ഒക്കെ ആവുമ്പോൾ നമ്മുടെ സ്ത്രീകന്മാരും കുട്ടികളൊക്കെ അവർക്ക് ഒരു ആശംസ. എന്തിനാണ് ഈ ആശംസ? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രൻ ജനിച്ചു അല്ലേ? പുത്രൻ അതല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ആ ഒരു വിഷയത്തെ കുറിച്ച് അള്ള എന്താ പറഞ്ഞത് മനസ്സിലാക്കി. ദൈവത്തിന് പുത്രൻ എല്ലാം ചെയ്തു വരാം യൂതൻ. അതാണ് ക്രിസ്ത്യാനികൾ വന്നപ്പോൾ ആയത്തിറങ്ങാനുള്ള കാരണം. സന്താനമില്ല,
ഒരു പിതാവുമല്ല. ആര്? അള്ളാഹെ പഠിക്കാൻ പറഞ്ഞു അല്ലെ? എങ്കിൽ ആ അള്ളാഹുവിന് മകനുണ്ട്, പുത്രനുണ്ടെന്ന് പറയുമ്പോൾ പിതാവും മകനൊക്കെ അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ കുല്ലുക്കുഫുവന്നായി. ഇനി ഈ വാദം അത് പരമകാരുണികനായ അള്ളാഹുവിന് ഒരു പുത്രൻ ജനിച്ചു എന്നൊരു കാര്യം, അതല്ലേ ക്രിസ്തുമസ്, അതിന്റെ ആശംസ അല്ലെ? ആ കാര്യത്തിന്റെ ഗൗരവം എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഒരു ആഴ്ച കാണിച്ചു തരാം. നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാൻ ഒന്നും അഭിപ്രായം പറഞ്ഞില്ല, ഒന്നും അഭിപ്രായം പറയാം. നിങ്ങൾ സൂറത്ത് മറിയം പറയും, 19-ാമത്തെ സൂറത്ത് മറിയം, 19-ാമത്തെ സൂറത്ത് മറിയമാണ്. അതില് 88 മുതൽ 95 വരെ, 88 മുതൽ 95 വരെ. ഞാൻ വായിക്കാം, ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? എല്ലാവരും എനിക്ക് ഇവിടെ കിടക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിഷയം എന്താണെന്ന്, പരമകാരുണികനായ അല്ലാഹുവിന് ഒരു സന്താനം ജനിച്ചു, പരമകാരുണികനായ ദൈവത്തിന് സന്താനം ജനിച്ചു. അതാണ് ക്രിസ്മസ് അല്ലെ? അല്ലെ? ഈ പറച്ചിലും ഈ വാദത്തിന്റെയും ഗൗരവം എത്ര, ശക്തി എത്ര, അതാണ് ഈ ആയത്ത്. ഞാൻ ആയത്തിന്റെ അർത്ഥം മാത്രം പറയാം, എന്നിട്ട് എന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ മതി. അവര് പറഞ്ഞു, ശ്രദ്ധിക്കണം, ഇത്തഹദ റഹ്മാനു വലദ, പരമകാരുണികന് ഒരു സന്താനം ജനിച്ചിരിക്കുന്നു എന്നവര് പറഞ്ഞു. ആണ് ക്രിസ്മസ്. എന്താണ് എന്റെ ഗൗരവം? കണ്ടോളൂ. ലഖദ് ജിഅ്തും ഷൈഅൻ, വായിക്കണം. ലഖദ് ജിഅ്തും ഷൈഅൻ, ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ്. ഷൈഅൻ ഇദ്ദ, ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ചെറിയ കാര്യമല്ല. ആ ഗുരുതരമായ ഒരു കാര്യത്തിന്റെ വലിപ്പത്തിൽ കേട്ടോളൂ. ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ തകാദു സമാവാതു യതഫത്തറു, അത് നിമിത്തം ആകാശം പൊട്ടിപ്പിളർന്നു പോകും. എങ്ങനെ? ആകാശം പൊട്ടിപ്പിളർന്നു പോകാൻ മാത്രം ഗൗരവമുള്ള കാര്യം. തീർന്നില്ല, ബാക്കി. വതൻഷഖുൽ അർളു, ഭൂമി വിണ്ടുകീറാൻ മാത്രം ഗൗരവമുള്ള കാര്യം. തീർന്നില്ല, ബാക്കി. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ അതിന്റെ സ്ഥാനം വിട്ട് തകർന്ന് പൊടിപൊടിയായി മാറാൻ മാത്രമുള്ള കാര്യം. എങ്ങനെയുണ്ട്? ഏത് കുട്ടിക്ക് മനസ്സിലായില്ലേ? പരമകാരുണിക സന്താനം ലഭിച്ചു എന്ന കാര്യത്തിന് ഗൗരവം എന്താണ്? അത് ക്രിസ്തുമസ് ആശംസയാണ്. ദൈവത്തിന് പുത്രൻ ജനിച്ചതിന് എന്റെ വക ആശംസ. ഒരു മുസ്ലിമിന് പറയാൻ പറ്റോളം നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ചിന്തിക്കും. ഒരു ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കണോ? ക്രിസ്ത്യാനിയെ ചേർത്ത് പിടിക്കും. അവര് വേണ്ടതൊക്കെ കൊടുക്കും. രക്തമാണ് ആദ്യം കൊടുക്കണം. അവരെ സാമ്പത്തികമായ സഹായമാണ് നമ്മൾ ചെയ്യണം. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഈ വിശ്വാസത്തിൽ നമ്മൾ കൂടരുത്, മനസ്സിലാക്കാൻ ഗൗരവമുള്ള സംഗതിയാണ്. ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന ഈ കാര്യത്തിന് ആശംസ പറയാൻ പറ്റുമോ? എന്റെ വക ആശംസ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു വർഗീയത ആരും പറയാൻ പറ്റുമോ? മനുഷ്യരെ, മതമുള്ളവരാകട്ടെ മതമില്ലാത്തവരാകട്ടെ, മനുഷ്യനാണോ അവനെ സ്നേഹിക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിന്റെയും പേരിൽ ആരും മാറ്റി നിർത്തരുത്, അകറ്റി നിർത്തരുത്. അയൽവാസി പട്ടിണി കിടന്നാൽ നമ്മൾ ഇസ്ലാമിന് പുറത്താണ്. മുസ്ലിം ആണെങ്കിലും ഇല്ലെങ്കിലും, അത് ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ നോക്കിയില്ല. പട്ടിണി കിടക്കാൻ പാടില്ല. ഈ ബന്ധം സ്ഥാപിച്ചേ പറ്റൂ. പക്ഷെ വിശ്വാസം അതിൽ മുസ്ലിമിന് വലുതാകില്ല. അത് വിട്ടൊന്നുമില്ല, അതിന് ചേരാൻ പാടില്ല. മനസ്സിലാക്കല്ലോ പറഞ്ഞു. ഗൗരവമാണ്. ആശംസ പറയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചോളൂ. അള്ളാഹ് ഞാൻ ആയത്താണ് എന്നുള്ള മുന്നിൽ മറച്ചു വെച്ചത്. ആയത്തൊക്കെ കാണിച്ചത് ആകാശം പൊട്ടിപ്പിളർന്നു പോകാൻ, ഭൂമി വിണ്ടുകീറാൻ, പർവ്വതങ്ങളൊക്കെ തകർന്നു പോകാൻ മാത്രം ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു ഉത്തരമുണ്ട് എന്ന കാര്യം. തീർന്നിട്ടില്ല, ബാക്കി. എന്തുകൊണ്ടാണ് ഈ സംഭവം? ആകാശം പൊട്ടിപ്പിളരാൻ, ഭൂമി വിണ്ടുകീറാൻ, പർവ്വതങ്ങൾ തകർന്നു വീഴാൻ
അൻ ദഅഉ ലിർറഹ്മാനി വലദാ, പരമകാരുണികന് സന്താനമുണ്ട് എന്ന് വാദിച്ചതിനാൽ, പരമകാരുണികന് അല്ലാഹുവിന്റെ ദൈവത്തിന് പുത്രൻ ജനിച്ചു എന്ന് അവർ വാദിച്ചതിനാൽ, എന്നിട്ട് പറയാ റഹ്മാനായ റബ്ബിന് ഒരിക്കലും യോജിച്ചതല്ല അയ്യത്തഹിദ വലദ, കുട്ടിയുണ്ടായിരുന്നത്. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് റഹ്മാനായ റബ്ബിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. ഒന്നുകൂടി പറയുന്നത്, ഈ ആശംസ അറിയിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യണമെന്നല്ല. സൂറത്തിലെ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു കുറിച്ച് മൂടുക, ഖുൽ ഹുവല്ലാഹു സൂറത്ത് വലിച്ചെറിയണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ നമ്മൾ കുഴിച്ചു മൂടുക ചെയ്യാം. ഗൗരവമുള്ള സംഗതിയാണ്. ഓതിയിട്ട് കാര്യമില്ല, ജീവിതത്തിൽ കാണുന്ന സോദരൻ. അള്ളാഹുവേ നിനക്ക് മക്കളില്ല പറയാം നമ്മൾ സൂറത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതാൻ അക്കാര്യത്തിൽ ആരാണ്? എന്നിട്ട് നമ്മൾ ആശംസ പറയാം. ചിന്തിക്കണം. തീർന്നിട്ടില്ല, ബാക്കി വായിക്കും. പരമകാരുണിക്ക് സന്താനം സ്വീകരിക്കുക എന്നുള്ളത് യോജിക്കണ കാര്യമല്ല. ഈ കുല്ലു മൻ സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുള്ളത് മുഴുവൻ അല്ലാഹുവിന്റെ. ഇല്ലാഹി റഹ്മാനി അബ്ദാ, പരമകാരുണികന്റെ അടുത്തേക്ക് വരുന്നവർ മാത്രമായിരിക്കും അവർ. ഇങ്ങനെ പറഞ്ഞവരൊക്കെ ആരുടെ വരണ്ടി? അള്ളാഹിന്റെ അടുത്ത്. എന്നിട്ട് അവന്റെ ഗൗരവം നോക്കിയത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളാരാ? ലോകത്ത് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടുതൽ ഏഴ് വിഭാഗന. അള്ളാഹ് പറയാൻ എണ്ണം കൂടും. അള്ളാഹ് പറഞ്ഞ വാക്ക് നോക്കി, അതായത് എണ്ണാണ്. അവരെ എണ്ണം അവർ എത്ര അധികം ഉണ്ടെങ്കിലും അവരെ എണ്ണം നാം തിട്ടപ്പെടുത്തി കൃത്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആത്തിയും ഖിയാമത്ത് ഓരോരുത്തരും ഒറ്റയ്ക്ക് ഞാൻ കൊണ്ടുവരും. ഗൗരവ സംഗതിയാണ്. നിങ്ങൾ എണ്ണത്തിൽ എത്ര അധികം ഉണ്ടെങ്കിലും ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും ഞാൻ കൊണ്ടുവരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരു വലിയ പാപം, ഒരു തെറ്റ് മനുഷ്യൻ ചെയ്യുക. ഏറ്റവും വലിയ തെറ്റെന്താ? അക്ബറുൽ കബായിർ, ഒന്നാമതേതാ? മഹാപാപങ്ങളിൽ ഒന്നാമത്തെ പാപം ഏതാണ്? ശിർക്ക്. ആ ശിർക്കിൽ ഒന്നാമത്തെ ശിർക്ക് എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്ന് വാദിക്കലാണ്. അപ്പൊ പുരാതനസ് വെറുതെ ഊതിപ്പോയ പോലെ ഇലാഹിന്നാസ് എന്താണെന്ന്, ജനങ്ങളെ ഇലാഹ് ആരാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ ആരാധ്യ ദൈവസങ്കല്പങ്ങളിൽ നിന്ന്, ഒരുപാട് ദൈവസങ്കല്പങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യത്യസ്തത. ആ വ്യത്യസ്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ കണ്ടത്. എങ്ങനെ വ്യത്യസ്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്? യേശുദാസ് പാട്ട് പാടുമ്പോൾ മനോഹരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. മനസ്സിലാവട്ടെ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് താരാട്ടുപാടായി പാട്ടായിട്ട് വളരെ മനോഹരമായി പാടും, പലരും പാടും അല്ലെ? യാചകന്റെ കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെ? കുട്ടിയെ വളർത്തുന്ന അമ്മാന്റെ താരാട്ടുപാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവരുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തിരിച്ചറിവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്കിൽ ആരുമില്ലാത്ത സമയം നമ്മൾ മാത്രമാണ് മരണസമയത്ത് ഉണ്ടാവുക. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സമാധാനത്തോടെ മരണപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. അതാണ് ഇലാഹിന്നാസ്. ബാക്കി അടുത്ത ക്ലാസ് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുപറ്റികൾ അള്ളാഹു നമുക്ക് വിട്ടുകൊടുക്കും. അള്ളാഹുമാറാവട്ടെ. മരണപ്പെട്ടു വരുന്ന അള്ളാഹു റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഏർപ്പാടുകളും എല്ലാം അള്ളാഹു എളുപ്പവും ജ്ഞാനത്തും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആശുപത്രിയിലും വീടുകളിലും രോഗികളായി കിടക്കുന്ന നമ്മുടെ മക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരും അവർക്കൊക്കെയും രോഗശമനം പ്രദാനം ചെയ്യട്ടെ, ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب